खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും. ദിസ് വീക്ക് തുസൂർ പരിപാടിയിലേക്ക് സ്വാഗതം. അൽ ഇസ്ലാം ടീം, അമേരിക്കയിൽ നിന്നുള്ള ഖുദ്ദാം, കാനഡയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം എന്നിവയുൾപ്പെടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന നിരവധി മുലാഖാത്തുകളുടെ ഹൈലൈറ്റുകൾ അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കൂടാതെ ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ നേതാവായ സർ എഡ് ഡേവിയുമായും പ്രിയപ്പെട്ട ഹുസൂർ അൻവർ കൂടിക്കാഴ്ച നടത്തി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഇസ്ലാം ടീമുമായി കൂടിക്കാഴ്ച നടത്തിയ ശനിയാഴ്ചത്തെ മുലാഖാത്തിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച അൽ ഇസ്ലാം വെബ്സൈറ്റ് ടീമിന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അഞ്ചാമനുമായി ഒരു മുലാഖാത്ത് നടത്താൻ ഭാഗ്യമുണ്ടായി. വിശുദ്ധ ഖുർആൻ പാരായണത്തോടെയാണ് മുലാഖാത്ത് ആരംഭിച്ചത്. അതിനുശേഷം അൽ ഇസ്ലാം ടീം വികസിപ്പിച്ചെടുത്ത പുതിയ ആയത്ത് സെർച്ച് ആപ്ലിക്കേഷനെക്കുറിച്ച് ഒരു ലഘു അവതരണം നടത്തി. ഹുസൂർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓഡിയോയിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വാക്യങ്ങൾ തിരയാൻ ഈ ആപ്പ് ഉപയോക്താക്കളെ സഹായിക്കുന്നു. ഹുസൂർ അംഗീകരിച്ച ആപ്ലിക്കേഷൻ്റെ പേര് ആയാത്ത് സെർച്ച് എന്നാണ്. ഇത് iOS, ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഹുസൂർ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീൻ. നീല ബട്ടൺ അമർത്തുന്നതിലൂടെ എനിക്ക് വിശുദ്ധ ഖുർആനിലെ ഏത് വാക്യത്തിൽ നിന്നും കുറച്ച് വാക്കുകൾ വായിക്കാൻ കഴിയും. ആപ്പ് എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും ഉടൻ തന്നെ വാക്യം തിരയുകയും ചെയ്യും. നമുക്ക് അഹ്ലഹി മസ്റൂർ എന്ന് തിരയാൻ ശ്രമിക്കാം. ഇല അഹ്ലഹി മസ്റൂർ. ഹുസൂർ ഇത് എനിക്ക് പെട്ടെന്ന് 84-ാം അധ്യായത്തിലെ ഈ വാക്യം നൽകിയിരിക്കുന്നു. മുകളിൽ 2 വാക്യങ്ങൾ കണ്ടെത്തിയതായും ഇത് നമ്മളെ അറിയിക്കുന്നു. അവതരണത്തിന് ശേഷം ഹസർ ഖലീഫത്തുൽ മസീഹ് ഔദ്യോഗികമായി ആപ്പ് പുറത്തിറക്കി. ഹുസൂർ കഴിഞ്ഞ വർഷം മുലാഖാത്തിൽ ഡിജിറ്റൽ ലൈബ്രറി ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഉറുദു പുസ്തകങ്ങളിലെ വിഷയങ്ങളുടെ ക്രോസ് റെഫറൻസിങ്ങും അവയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിലേക്കും ഹുസൂർ ഞങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ദി എസൻസ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലെ റെഫറൻസ് ചേർത്തിട്ടുള്ള മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം അപ്നി തഹീറോക്കെ റൂസെ എന്ന ഗ്രന്ഥത്തിലെ ഒരു സ്വകാര്യ പ്രതി ഹുസൂർ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഹുസൂർ ഈ ക്രോസ് റെഫറൻസ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നത് പോലെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം അപ്നി തഹീറോക്കെ റൂസെ എന്ന പുസ്തകത്തിലെ ഉള്ളടക്ക പട്ടികയിൽ ഉറുദു, ഇംഗ്ലീഷ് തലക്കെട്ടുകൾ കാണാം. ഉറുദു പുസ്തകം വായിക്കുമ്പോൾ ഇംഗ്ലീഷ് തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിഷയം പരാമർശിക്കുന്ന ദി എസൻസ് ഓഫ് ഇസ്ലാം എന്ന പേജിൽ നമ്മൾ എത്തും. അതുപോലെ എസൻസ് ഓഫ് ഇസ്ലാം വായിക്കുമ്പോൾ യഥാർത്ഥ ഉറുദു ഉറവിടത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഉറുദു തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഈ വിഷയം പരാമർശിച്ചിരിക്കുന്ന പേജിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. തങ്ങൾ ലഭ്യമാക്കിയ വ്യത്യസ്ത സവിശേഷതകൾ പ്രോത്സാഹിപ്പിക്കാൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ടീമിനെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ ഇതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? MTA-യിലും അൽ ഇസ്ലാമിലും പരസ്യം നൽകുക. അതുവഴി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയും. മനസ്സിലായോ? ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അവരെ അറിയിക്കുക. ഇതില്ല എന്നൊക്കെ കുറവുണ്ടെന്ന ആളുകൾ കത്തുകൾ എഴുതുകയും അവരുടെ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും നിർദ്ദേശം നൽകുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ ഹുസൂർ ഈ പുതിയ ഡിജിറ്റൽ ലൈബ്രറിയിൽ വിശുദ്ധ ഖുർആനിനായി മാത്രം പേജുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിൽ 39 വിവർത്തനങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ വ്യാഖ്യാനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അതിനാൽ ഹുസൂർ ഏത് ഉപയോക്താവിനും ഇവിടെ വരാം. അവർക്ക് തഫ്സീറെ കബീർ വായിക്കാം. മാത്രമല്ല അവർക്ക് തിരയാനും കഴിയും. ഹുസൂർ ഇതിന് പുറമെ അൽഹംദുലില്ലാ ഇപ്പോൾ നമുക്ക് ഹദീസുകൾക്കും മാത്രമായൊരു പേജുണ്ട്. കൂടാതെ ഹദീസുകൾ ഹദീഖത്ത് സ്വാലിഹീൻ, സഹീഹ് ബുഖാരിയുടെ എല്ലാ വാള്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള വിവിധ തരം ശേഖരങ്ങളും നമുക്കുണ്ട്. ഹുസൂർ സഹീഹ് മുസ്ലിമിൻ്റെ എല്ലാ വാല്യങ്ങളും, സുനാൻ ഇബ്നു മാജയുടെ ഒരു വാല്യവും നമുക്കുണ്ട്. ഇത് ജമാഅത്ത് അച്ചടിച്ച സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനമാണോ? അതേ ഹുസൂർ, ഇവിടെ എല്ലാം ലഭ്യമാണ്. കൂടാതെ ഏകദേശം 12 മുതൽ 13 വാല്യങ്ങളുള്ള സഹീഹ് മുസ്ലിമിൻ്റെ ഒരു ശേഖരമുണ്ട്. അതേ ഹുസൂർ, ഇവിടെ എല്ലാം ലഭ്യമാണ്. അവിടെ എല്ലാം സെർച്ച് ചെയ്യാൻ കഴിയുന്നവയുമാണ്. ഹുസൂർ ഹസർ ഖലീഫത്തുൽ മസീഹ് സാനി
റളിയല്ലാഹു തആല അൻഹുക്ക് മാത്രമായി പേജുണ്ട്. ഇവിടെ നമുക്ക് അൻവാർ ഉലൂം ഉണ്ട്. ഉപഭോക്താവിന് ഈ പേജിലേക്ക് പോകാം. അൻവാർ ഉലൂം എന്നതിലേക്ക് പോകാം. അതിൽ അൻവാർ ഉലൂമിൻ്റെ 26 വാല്യങ്ങളും അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഹുസൂർ മറ്റ് വാല്യങ്ങളെ പോലെ അൻവാർ ഉലൂമിൻ്റെ പോലും നമുക്ക് തിരയാൻ കഴിയും. അൽഹംദുലില്ലാ ഹുസൂർ ഇംഗ്ലീഷിൻ്റെയും ഉറുദുവിൻ്റെയും ഉൾപ്പെടെ ഈ പുതിയ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഇപ്പോൾ ഏകദേശം 1000 പുസ്തകങ്ങളുണ്ട്. മുലാഖാത്ത് അവസാനിപ്പിച്ചപ്പോൾ പങ്കെടുക്കുന്നവർക്ക് ഹുസൂറെ അൻവറിനൊപ്പം ഫോട്ടോ എടുക്കാനും പേന സമ്മാനിക്കാനും അവസരം ലഭിച്ചു. പിറ്റേന്ന് ഞായറാഴ്ച അമേരിക്കൻ ഐക്യനാടുകളിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള ഖുദ്ദാമിൻ ഹസർ ഖലീഫത്തുൽ മസീഹുമായി ഒരു മുലാഖാത്ത് നടത്താൻ സൗഭാഗ്യം ലഭിച്ചു. UK-യിലെ ഇസ്ലാമാബാദിൽ നടന്ന മുലാഖാത്തിൽ ഖുദ്ദാം പ്രത്യേകം യാത്ര ചെയ്താണ് ഇവിടെ വന്നത്. ഖുദ്ദാമിങ്ങൾക്കെല്ലാം സ്വയം പരിചയപ്പെടുത്താനും ഹസർ ഖലീഫത്തുൽ മസീഹ് അഞ്ചാമിനോട് സംസാരിക്കാനും കഴിഞ്ഞു. അവരുടെ വിശ്വാസവും സമകാലിക പ്രശ്നങ്ങളും ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചോദ്യം ചോദിക്കാനും അവസരം ലഭിച്ചു. എൻ്റെ ചോദ്യം, അഹമ്മദി മുസ്ലിങ്ങളായ നമുക്ക് എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലെ സംഘർഷങ്ങൾ പരിഹരിക്കാനും നമ്മുടെ ബന്ധുക്കളെ ദോഷകരമായി ബാധിക്കുകയും ബന്ധുക്കൾക്കിടയിലെ അകലം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കൂടുതൽ തർക്കങ്ങൾ തടയാനും കഴിയും എന്നതാണ്. ഒരു അഹമ്മദി എന്ന നിലയിൽ നിങ്ങൾ പരസ്പരം പോരടിക്കരുത്. ഒരു തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും തർക്ക വിഷയമുണ്ടെങ്കിൽ അത് സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ ശ്രമിക്കുക. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം തൻ്റെ ഒരു കവിതയിൽ പറയുന്നു, മറ്റെല്ലാവരെക്കാളും താഴ്ന്നവനായി സ്വയം കരുതുക. ഒരുപക്ഷെ ഇതിലൂടെയായിരിക്കും നിങ്ങൾ ദൈവദർശനം ലഭിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ താഴ്മയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. അതിനാൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനോ ഇത് നിങ്ങളെ സഹായിച്ചേക്കാം. മനസ്സിലായോ? അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യം. മനസ്സിലായോ? കലഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അവയെല്ലാം ചെറിയ കാര്യങ്ങളാണ്, വലിയ വിവാദ വിഷയമൊന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വിശ്വാസികൾ പരസ്പരം അനുകമ്പയുള്ളവരാണ്. പരസ്പരം താഴ്മയും സ്നേഹവും കരുതലും പുലർത്താൻ ശ്രമിക്കുക. നിങ്ങളത് പരിശീലിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവുന്നതല്ല. എൻ്റെ ചോദ്യം ഇതാണ്, ചെലവുകൾ വർദ്ധിക്കുകയും വരുമാനം ആ അളവിൽ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ നാളിലും പ്രായത്തിലും പള്ളിക്കടുത്തുള്ള ഒരു ചിലവേറിയ പ്രദേശത്ത് താമസിക്കുന്നത് നല്ലതാണോ? അവിടെ നമുക്ക് പള്ളിക്കായി സമയം നീക്കിവെക്കാൻ കഴിഞ്ഞേക്കില്ല. അതോ നമ്മുടെ വിശ്വാസം പഠിക്കാനും നമ്മുടെ കുട്ടികളുടെ ധാർമ്മിക വളർച്ചയ്ക്കും കൂടുതൽ സമയം ലഭിക്കുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്നതാണോ നല്ലത്? എത്ര ദൂരം വരെ നിങ്ങൾ പോകും? നിങ്ങളൊരു കാട്ടിൽ താമസിക്കാൻ തുടങ്ങുമോ? പള്ളിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ അകലെ. വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിനായി പള്ളിയിൽ വരാനോ വാരാന്ത്യങ്ങളിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ കുട്ടികൾ, ഖുദ്ദാം, അൻസാർ എന്നിവർക്കായുള്ള മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അകലെ താമസിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും യാത്ര ചെയ്യാൻ എത്ര ചെലവാകുമെന്നും നോക്കുക. നിങ്ങൾക്കത് താങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അകലെ താമസിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് പള്ളിയുമായി ഒരു ബന്ധമുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മുഴുവൻ സമയവും നിങ്ങളുടെ വാടകയോ പണയമോ അടയ്ക്കാൻ പണം സമ്പാദിക്കുന്നതിൽ ചെലവഴിക്കുമ്പോൾ അടുത്ത് താമസിക്കുന്നത് ഗുണം ചെയ്യില്ല. അതിനു പകരം കൂടുതൽ അകലെ താമസിക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ പള്ളിയുമായും കേന്ദ്രവുമായും ബന്ധിപ്പിക്കുക എന്നതാണ് വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചില ഖുലഫാക്കൾക്ക് ചരിത്രപരവും അനുബന്ധവുമായ കാര്യങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നതാണ് എൻ്റെ ചോദ്യം. ചിലപ്പോൾ പണ്ഡിതന്മാർക്കും സമുദായത്തിലെ മറ്റ് അംഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖലീഫയിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത് അനുസരണക്കേടായി കണക്കാക്കപ്പെടേണ്ടതുണ്ടോ? ചരിത്രപരമായ കാര്യങ്ങൾ വിവിധ ചരിത്രപരമായ പരാമർശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് വസ്തുത. ഒരു പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാടും മറ്റൊരു പുസ്തകം വായിക്കുന്ന മറ്റൊരാൾക്ക് മറ്റൊരു കാഴ്ചപ്പാടും ഉണ്ടാകും. അതിനാൽ ചരിത്രപരമോ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ളതായ കാര്യങ്ങൾ വ്യത്യാസം അനുവദനീയമാണ്. എന്നിരുന്നാലും കാലത്തിൻ്റെ ഖലീഫ ഒരു വ്യക്തമായ തീരുമാനമെടുക്കുകയും എന്തെങ്കിലും ശരിയാണെന്ന് കരുതുകയും തൻ്റെ വാദത്തെ പിന്തുണയ്ക്കുന്നതിന് തെളിവുകൾ നൽകുകയും തൻ്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിന് യുക്തിന്യായം നൽകുകയും ചെയ്താൽ അത് സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇന്നലെ ഞാൻ വിവിധ സംഭവങ്ങൾ അവതരിപ്പിച്ചിരുന്നല്ലോ. വിവിധ ചരിത്ര സ്രോതസ്സുകളിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും അത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. അത്തരമൊരു പെരുമാറ്റം പ്രവാചകനിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ലായിരുന്നു.
അങ്ങനെ വിഷയത്തിൻ്റെ ശരിയായ വിശകലനം ഞാൻ അവതരിപ്പിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവ് ഇതിന് വിപരീതമായിട്ടുണ്ടെങ്കിൽ അവരത് ഹാജരാക്കട്ടെ. ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് കാലത്തിൻ്റെ ഖലീഫയ്ക്ക് കത്തെഴുതുകയാണ് വേണ്ടത്. അല്ലാതെ അത് ജമാഅത്തുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഖലീഫ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഇത് എൻ്റെ അഭിപ്രായമാണ് എന്ന് പ്രസ്താവിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് കുഴപ്പമുണ്ടാക്കാൻ വഴിയൊരുക്കും. അത്തരമൊരു വ്യക്തി ഖലീഫയ്ക്ക് കത്തെഴുതുകയും തൻ്റെ അവകാശവാദത്തിന് തെളിവുകൾ ഉൾപ്പെടുത്തുകയും വേണം. അത് ശരിയാണെന്നും സ്വീകാര്യമായ കാഴ്ചപ്പാടാണെന്നും ഖലീഫ കരുതുന്നുവെങ്കിൽ എല്ലാം നല്ലതാണ്. തെളിവുകളും ന്യായവാദങ്ങളും ഉപയോഗിച്ചത് തെറ്റാണെന്ന് അദ്ദേഹം കരുതുന്നുവെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കണം. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഒരു മികച്ച ചരിത്രകാരനും പണ്ഡിതനുമായിരുന്നു. വാഗ്ദത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നിരവധി കാര്യങ്ങളിൽ തൻ്റേതായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. അദ്ദേഹം തൻ്റെ അഭിപ്രായം ഖലീഫയ്ക്ക് എഴുതുകയും അതിന് ഖലീഫ നിശ്ചയത്തോടെ പ്രതികരിക്കുകയും ചെയ്യും. 3-ാം തവണ ഖലീഫയ്ക്ക് കത്തെഴുതിയ ശേഷം ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്, നിങ്ങളുടെ അഭിപ്രായം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഖലീഫ പ്രതികരിച്ചു. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഇതിനുശേഷം ഞാൻ ഈ അഭിപ്രായം എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുകയും ഖലീഫയുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യും. ഇതെനിക്ക് ആശ്വാസവും തൃപ്തിയും നൽകാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും തർക്കിക്കുകയോ എൻ്റെ സ്വന്തം അഭിപ്രായത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാട് ഖലീഫയുടെ കാഴ്ചപ്പാടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഒരാൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലേക്ക് നിലനിർത്താൻ കഴിയുക. എൻ്റെ ചോദ്യം, ഒരു പുതിയ ദമ്പതികൾ കുട്ടികൾ ഉണ്ടാക്കുന്നതിന് എത്ര കാലം കാത്തിരിക്കേണ്ടതുണ്ട്? നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ കാത്തിരിക്കണമെന്ന ഈ ആശയത്തിന് ഞാനെതിരാണ്. നിങ്ങൾ വിവാഹിതനായാലുടൻ നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നതിനായി ഒരു കുടുംബം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളൊരു പിതാവാകുമ്പോൾ, ഇപ്പോൾ ഞാനൊരു പിതാവാണ്, ഇതിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിനാൽ നിങ്ങൾ ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം. വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുടുംബം ഉണ്ടാകണമെന്ന ഇസ്ലാമിക അധ്യാപനമാണിത്. നല്ല അഹമ്മദിയെ ഉണ്ടാക്കുക, കുട്ടികളെ ഉണ്ടാക്കുക. മനസ്സിലായോ? ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം വൈകല്യമുള്ളവർക്ക് അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ കൃത്രിമ അവയവങ്ങളും കമ്പ്യൂട്ടറുകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഭാവിയിൽ മനുഷ്യൻ്റെ ബുദ്ധി വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാം. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് AI വഴി ഒരു വ്യക്തിയുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നത് അനുവദനീയമാണോ, അതോ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി കണക്കാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ ജോലിയിൽ AI നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഒരു ദോഷവുമില്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അടിസ്ഥാന അധ്യാപനങ്ങളിൽ നിന്ന് AI നിങ്ങളെ വ്യതിചലിപ്പിക്കുകയാണെങ്കിൽ AI ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നവരില്ല. അപ്പോൾ നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് പോലെ AI നിങ്ങൾക്ക് സഹായകരമായേക്കും. എന്താണ് AI? AI അതിനെ ഫീഡ് ചെയ്തതിനെ അടിസ്ഥാനമാക്കിയാണ് വിവരം നൽകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തെറ്റായ ഉത്തരം നൽകുന്നുവെന്ന് AI വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും AI പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അത് സ്വീകരിക്കുന്നത്. AI നിങ്ങളെ മതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് മനുഷ്യരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിൽ ഒരു ദോഷവുമില്ല. പ്രിയപ്പെട്ട ഹുസൂർ, എൻ്റെ ചോദ്യം, ഇന്നത്തെ യുവാക്കൾ ബോഡി ബിൽഡിങ്ങിൽ ഏർപ്പെടുമ്പോൾ പ്രോട്ടീനും സ്റ്റിറോയിഡുകളും മുതലായ കഴിക്കുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ ഹുസൂറിൻ്റെ നിലപാട് എന്താണ്? നിയമവിരുദ്ധമായ സ്റ്റിറോയിഡുകൾ കഴിക്കരുത് എന്നതാണ് വസ്തുത. ഇത് പൊതുവെ നിരോധിച്ചിരിക്കുന്നു. ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പരിശോധന നടത്തുകയും അവ ഉപയോഗിച്ചവരെ അയോഗ്യരാക്കുകയും ചെയ്യാറുണ്ട്. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാറുണ്ട്. അത് ആ സമയത്ത് കണ്ടെത്താതിരിക്കുകയാണെങ്കിൽ പിന്നീട് അവർ മെഡൽ നേടിക്കഴിഞ്ഞാൽ ആ മെഡൽ അവരിൽ നിന്ന് തിരികെ വാങ്ങാറുമുണ്ട്. അങ്ങനെ റിസൾട്ട് എല്ലാം മാറി മറിയുന്നു. അതിനാൽ ലോകം മുഴുവൻ നിയമവിരുദ്ധമെന്ന് കരുതുന്ന കാര്യങ്ങൾ
നിയമവിരുദ്ധമായി കണക്കാക്കണം. ഒരാൾ തൻ്റെ കഴിവിനനുസൃതമായാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം ശക്തവും ആരോഗ്യമുള്ളതുമാക്കുന്നതിനാണ് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത്. സ്റ്റിറോയിഡുകൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ഘട്ടത്തിൽ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം ഒരാൾക്ക് അവയുടെ സ്വാധീനം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അവയുടെ പാർശ്വഫലങ്ങൾ ആരംഭിക്കുന്നു. അവ പിന്നീട് ശരീരത്തിൽ പ്രതികൂല സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ടാണ് അവ ഉപയോഗിക്കാൻ പാടില്ലാത്തത്. എന്നിരുന്നാലും നിങ്ങളുടെ സ്വന്തം ശക്തി ഉപയോഗിക്കുക. മനസ്സിലായോ? ആരെങ്കിലും പതിവായി വ്യായാമം ചെയ്യുകയും ശരീരം കെട്ടിപ്പടുക്കുകയും ക്രമേണ 1 കിലോയിൽ നിന്ന് 10 കിലോയായി വർദ്ധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ശരീരം അതുമായി പൊരുത്തപ്പെടുന്നതിനാൽ അത് നല്ലതാണ്. എന്നാൽ എനിക്ക് അത് പോരാ, ഭാരം ഉയർത്താൻ ഞാൻ മരുന്നുകൾ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണ്? നിങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നില്ലല്ലോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനവും നേടാൻ കഴിയുകയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ മാത്രം അങ്ങനെ ചെയ്താൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് നശിപ്പിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും സമൂഹത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഹുസൂറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യകളിൽ ഏതാണ് നമുക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലതെന്ന് ഹുസൂർ വിശ്വസിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ റോബോട്ടോ ആകട്ടെ, മനുഷ്യന് പ്രയോജനകരമായ ഏത് സാങ്കേതിക വിദ്യയും നല്ലതാണ്. എന്താണ് റോബോട്ട്? അവർ നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോഴും റോബോട്ടുകൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. റോബോട്ടുകൾ അല്ലെങ്കിൽ AI നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ മാനസിക ശേഷി കുറയ്ക്കുമെന്നും എനിക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ AI ആശ്രയിക്കുന്നതിനാൽ ബുദ്ധിയുടെ നിലവാരം കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് AI-യിൽ നിന്നോ റോബോട്ടുകളിൽ നിന്നോ സഹായം തേടാം, പക്ഷേ അവയെ പൂർണ്ണമായും ആശ്രയിക്കരുത്. ഇതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഒരു കാര്യം അള്ളാഹുവിന് തവക്കൽ ചെയ്യുന്നതും ജാഗ്രതയോടെ ശ്രമങ്ങൾ തുടരുന്നതിനും തമ്മിൽ ഒരാൾക്ക് എങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും? അള്ളാഹു പറയുന്നത് നിങ്ങളുടെ മാർഗങ്ങളും മനുഷ്യൻ്റെ കഴിവുകളും വിഭവങ്ങളും മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്നാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. ഒരു വിദ്യാർത്ഥി പഠിക്കുകയും പരിശ്രമിക്കുകയും വേണം. അവന് പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്. എന്നിട്ട് അവർ ആ കാര്യം അള്ളാഹുവിന് അർപ്പിക്കുക. കോഴ്സിൻ്റെ പകുതി മാത്രം പഠിക്കുകയും 50% താഴെ കവർ ചെയ്യുകയും ചെയ്തുകൊണ്ട് തങ്ങൾ കാര്യം അള്ളാഹുവിന് വിട്ടിരിക്കുന്നു, അവനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള തവക്കൽ അല്ല. ഒരിക്കൽ ഒരാൾ ഒട്ടകത്തിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കാണാൻ വന്നു. ഒട്ടകത്തെ പുറത്ത് ഉപേക്ഷിച്ച് മസ്ജിദ് നബവിയിൽ തിരുമേനിയുടെ അടുക്കൽ വന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തുപോയെങ്കിലും തൻ്റെ ഒട്ടകത്തെ കാണാനില്ലെന്ന് അയാൾ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒട്ടകം കാണാനില്ല. അതായത് ആരെങ്കിലും അത് മോഷ്ടിച്ചു, അല്ലെങ്കിൽ അത് ആരും അത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതെവിടെ പോയി? ആരും എടുത്തുകൊണ്ടുപോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, നിങ്ങൾ അതിനെ കെട്ടിയിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനതിനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അതിനെ വെറുതെ തുറന്നു വിട്ടതായിരുന്നു. കാരണം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇത് തവക്കുലല്ല, നിങ്ങൾ ആദ്യം അത് കെട്ടേണ്ടതായിരുന്നു എന്നതാണ്. അങ്ങനെ കെട്ടിയിടലാണ് തവക്കുൽ. എനിക്ക് കഴിയുന്ന എല്ലാ മുൻകരുതലുകളും മാർഗങ്ങളും ഞാൻ ഉപയോഗിച്ചു. ഇപ്പോൾ ഞാൻ കാര്യം അള്ളാഹുലേക്ക് വിട്ടിരിക്കുന്നു, അള്ളാഹുവിൽ അർപ്പിക്കുന്നു. ഇതാണ് തവക്കുൽ. അതിനാൽ അള്ളാഹുവിൽ തവക്കുൽ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയും നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുക എന്നതാണ്. തുടർന്നത് അള്ളാഹുവിലേക്ക് അർപ്പിക്കുക എന്നതാണ്. നിങ്ങൾക്കത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അള്ളാഹു അത് ചെയ്തുകൊള്ളും എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം അത് സ്വയം ചെയ്യണമെന്നും പിന്നീട് അത് എനിക്ക് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കണമെന്നുമാണ് അള്ളാഹു തന്നെ പറയുന്നത്. തിങ്കളാഴ്ച യുണൈറ്റഡ് കിങ്ഡത്തിലെ ലിബറൽ
ഡെമോക്രാറ്റ് പാർട്ടി നേതാവ് സർ എഡ് ഡേവി, ലണ്ടനിലെ സ്റ്റൺ ചെയ്യാം പാർലമെൻറ്റ് അംഗം ലൂക്ക് ടൈലർ എന്നിവർക്ക് ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചു. നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ധാരാളം സീറ്റുകൾ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ സംഗതിയാണ്. നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത് എൻ്റെ പ്രതീക്ഷയ്ക്ക് അതീതമായിരുന്നു. അതെ, 100 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച ഫലമായിരുന്നു ഇത്. യോഗം അവസാനിച്ചപ്പോൾ എംപിമാർക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. ഹുസൂർ തിരുമനസുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അഭിമാനം തോന്നുന്നു. അദ്ദേഹവുമായി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാനുമാണ് ഞാൻ ഇസ്ലാമാബാദിലേക്ക് വന്നത്. ലോകത്തെ സംഭവ വികാസങ്ങളെ ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ആശങ്കകുലരാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ചും സമാധാന ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഭീഷണിയെക്കുറിച്ച്. ഹുസൂർ തിരുമനസ് നമ്മുടെ ലോകത്തിലെ സമാധാനത്തിൻ്റെ ഒരു വലിയ ചാമ്പ്യനാണ്. സമാധാനത്തിനെ ബാധിക്കുന്ന മുൻനിര പ്രബുദ്ധരിൽ ഒരാളാണ് അദ്ദേഹം. അതിനാൽ വ്യക്തമായും നമ്മൾ വിദേശകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഗസയിലെയും യുക്രൈനിലെയും ലോകത്തിലെ മറ്റിടങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ സമാധാനത്തിലാണ്. അത് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളിലും പ്രതിധ്വനിക്കുന്നു. അത് പാകിസ്ഥാനിലെ കമ്മ്യൂണിറ്റികൾക്കുള്ള സമാധാനമായാലും യുണൈറ്റഡ് കിങ്ഡത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കുള്ള സമാധാനമായാലും ഇതെല്ലാം പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നതും സംഭാഷണത്തിൽ ഏർപ്പെടുത്തുന്നതുമാണ്. എല്ലാ നിവാസികൾക്കും എല്ലാ പൗരന്മാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു സമൂഹം നമുക്കുണ്ട് എന്ന് ഇത് ഉറപ്പാക്കുന്നു. തിങ്കളാഴ്ച കാനഡയിൽ സെൻസ് കാതറിൻസ് ജമാത്തിൽ നിന്നുള്ള ഒരു സംഘം അഹമ്മദി മുസ്ലിങ്ങൾക്കും ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനുമായി മുലാഖാത്തിന് അവസരം ലഭിച്ചു. UK-യിലെ ഇസ്ലാമാബാദിലെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിൻ്റെ ഓഫീസിലാണ് മുലാഖാത്ത് നടന്നത്. അഹമ്മദി മുസ്ലിങ്ങൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിയുടെ പിന്നിൽ നമസ്കരിക്കാൻ UK-യിലേക്ക് പ്രത്യേകം യാത്ര ചെയ്ത് വന്നതാണ്. മുലാഖാത്തിനും അവസരം ലഭിച്ചു. മുലാഖാത്ത് സമയത്ത് എല്ലാവർക്കും സ്വയം പരിചയപ്പെടുത്താനും ചോദ്യങ്ങൾ ചോദിക്കാനും അവസരം ലഭിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്. മാൽ സെക്രട്ടറിയും സെയിം അൻസാറുമായാണ്. എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ആമില യോഗം എത്രത്തോളം പ്രാധാന്യമാണ്? നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് ദോഷം? ഇത് നിങ്ങൾക്കല്ല അറിയുക. പദ്ധതികൾ ആവിഷ്കരിക്കാനും നിങ്ങളുടെ ബലഹീനതകൾ നീക്കം ചെയ്യാനും നിങ്ങളുടെ ഭാവി പദ്ധതികൾ തയ്യാറാക്കാനും എന്ത് ശ്രമങ്ങൾ ഏറ്റെടുക്കണം, എങ്ങനെ മെച്ചപ്പെടുത്തണം, നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനം നേടാം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഒത്തുചേരുന്നത്. രണ്ടാമതായി, സെക്രട്ടറിമാർ പ്രവർത്തിക്കണം. അതിൽ നിന്ന് വല്ല ഗുണവുമുണ്ടെങ്കിൽ നല്ലത്, നിങ്ങൾ ചെയ്തു കൊള്ളുക. ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ പ്രവർത്തനത്തിനും എന്തെങ്കിലും പ്രയോജനവും ജ്ഞാനവും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ മീറ്റിങ്ങിന് തൊട്ടു മുമ്പ് ദുആ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഈ മീറ്റിങ്ങിൽ അള്ളാഹു വിജ്ഞാനത്തോടെ സംസാരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെന്നും ജമാഅത്തിലെ മറ്റ് അംഗങ്ങൾക്കും പ്രയോജനം ലഭിക്കണമെന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ മീറ്റിങ്ങിന് വല്ല നേട്ടവും ഉണ്ടാകും. അല്ലാത്ത പക്ഷം പെട്രോളും സമയവും പാഴാക്കുകയും തുടർന്ന് വീട്ടിൽ പോയി പെട്രോളിൽ ഇത്രയും പണം പാഴാക്കി എന്ന് പറയുകയും തുടർന്ന് ഭാര്യയുമായി വഴിക്കിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിലെ സമാധാനം നിങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ ആ സമയം കുട്ടികൾക്ക് നൽകുകയും അവരുടെ തർബിയത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത്. ശരി സൂർ, 2 മാസത്തിലൊരിക്കൽ ഒരു മീറ്റിംഗ് നടത്തുക. അതിൽ നേട്ടമുണ്ടെങ്കിൽ നിങ്ങൾ സാഹചര്യം വിലയിരുത്തണം. ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ജോലിയാണ്. ഒരാൾ ഗുണഫലങ്ങൾ നോക്കുകയും അവ എന്താണെന്നതിന് അനുസൃതമായി പ്രവർത്തിക്കുകയും വേണം. എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മുലാഖാത്തിൽ നിന്നുള്ള ഹൈലൈറ്റുകളായിരുന്നു അവ. നമ്മൾ ഇപ്പോൾ നമ്മുടെ അവസാന ഭാഗമായ വെള്ളിയാഴ്ച പ്രഭാഷണ സംഗ്രഹത്തോട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഹുസൂർ അൻവർ വാഗ്ദത്ത പരിഷ്കർത്താവായ ഹസ്രത്ത് മുസ്ലിം മൗദ് അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവിധ വശങ്ങൾ വിവരിച്ചുകൊണ്ട് പാകിസ്ഥാൻ എങ്ങനെ വിജയം കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ചില ഭാഗങ്ങൾ വിവരിച്ചു. പാകിസ്ഥാന്റെ സുരക്ഷയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് രണ്ടാമൻ ഉപദേശിക്കുകയുണ്ടായി. ദൈവമേ, ഞങ്ങൾക്ക് രാജ്യം നൽകൂ എന്ന് പ്രാർത്ഥിച്ചവർ ഞങ്ങളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥാപനവും പുരോഗതിയും ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ കൈകളിലാണ്. നമ്മുടെ കടമകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഈ ജീവിതത്തിലും ഭാവിയിലും നാം അപമാനിക്കപ്പെടും. അള്ളാഹു പറയുന്നു, നിന്റെ അപേക്ഷപ്രകാരം ഞാൻ നിനക്ക് ഈ രാജ്യം നൽകുകയുണ്ടായി. എന്നാൽ നിങ്ങളത് നശിപ്പിക്കാൻ നിങ്ങളത് നശിക്കാൻ വിടുകയാണ് ചെയ്തത്. ഇതാണ് ഇന്ന് മതപണ്ഡിതന്മാർ ചെയ്യുകയും അതിൻ്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നത്.
പാകിസ്ഥാന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സത്യസന്ധമായി നികുതി നൽകാൻ ഉപദേശിക്കുകയും പാകിസ്ഥാന്റെ സംരക്ഷണത്തിനായി കഴിയുന്നത്ര യുവാക്കൾ സൈന്യത്തിൽ ചേരണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സർക്കാർ ഒരു ഇസ്ലാമിക സർക്കാർ സ്ഥാപിക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും ഇസ്ലാമിന് വേണ്ടിയായിരുന്നു തങ്ങൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നതെന്നും അക്കാലത്ത് പത്രങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു വളരെ ദീർഘവീക്ഷണത്തോടെ മാർഗനിർദ്ദേശം നൽകി. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു: വെറും മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് ഒരു രാജ്യത്തിന്റെ വിജയത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. ഈ സമയത്ത് എല്ലാവരും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ നീനാളമാകട്ടെ, ഇന്ത്യ നശിക്കട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ തുടങ്ങിയാൽ ഇത് ഇന്ത്യയിൽ ഒരു എലിയെ പോലും നശിപ്പിക്കില്ല. വെറും മുദ്രാവാക്യം ഫലപ്രദമല്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരും പാലിക്കാൻ തുടങ്ങിയാൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയാണ്, ബിസിനസ്സുകാരൻ നികുതി അടച്ചാൽ, യാത്രക്കാർ അവരുടെ ട്രെയിൻ ടിക്കറ്റുകൾക്ക് പണം നൽകാൻ തുടങ്ങിയാൽ, യുവാക്കൾ വിദ്യാഭ്യാസം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, വെറുതെ സമയം പാഴാക്കുന്നതിന് പകരം ശക്തരായ യുവാക്കൾ സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ, ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, അവരുടെ എല്ലാ ജോലികളും സത്യസന്ധതയോടും കൂടി നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ പ്രായോഗികമായി ശക്തിപ്പെടാൻ തുടങ്ങുന്നതാണ്. എന്നിരുന്നാലും ഇന്ന് സ്ഥിതിഗതികൾ കൂടുതലായി വഷളായതായി നാം കാണുന്നു. പാകിസ്ഥാൻ നീനാളമാകട്ടെ എന്ന മുദ്രാവാക്യം നിങ്ങൾ ഒരിക്കലും ഉയർത്തിയില്ലെങ്കിലും പാകിസ്ഥാൻ അപ്പോഴും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കും എന്നും അദ്ദേഹം പറയുന്നു. ഈ മുദ്രാവാക്യം ഉയർത്തിയാലും ഇല്ലെങ്കിലും പാകിസ്ഥാൻ അതിൻ്റെ വിജയം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. വിജയം കരസ്ഥമാക്കുക തന്നെ ചെയ്യും.